ഇത് ചാപ്റ്റർ 13, മാത്സില് ചാപ്റ്റർ 13. അതില് സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നുള്ളതാണ് പഠിക്കുന്നത്. സ്ലോപ്പ്, ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടാവും. ആ സ്ലോപ്പിന്റെ 2 പോയിന്റ് തന്നിട്ടുണ്ടാവും. ആ 2 പോയിന്റ് വെച്ചിട്ട് ആ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സ്ലോപ്പ് എന്താന്നുള്ളത് പഠിക്കാം. സ്ലോപ്പ് എന്താന്ന് വെച്ചാൽ എന്താ, അതിന്റെ അർത്ഥം എന്താ, ചെരിവ് എന്നാണ് അർത്ഥം. 2 ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ തന്നിട്ടുണ്ടാവും. ആ ലൈനിൽ 2 പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇതൊരു എക്സും വൈയും ആക്സിസാ, എക്സ് ആക്സിസും വൈ ആക്സിസും. അത് വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. ലൈൻ ലൈൻ വരച്ചു. ഈ ലൈനിന്റെ 2 പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള 2 പോയിന്റ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഈ ലൈനാണ്, ഈ ലൈനിന്റെ 2 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ 2 പോയിന്റ് ആയിട്ട് എക്സും വൈയും, എക്സ് ആക്സിസും വൈ ആക്സിസും കണക്ട് ചെയ്തിട്ട് 2 പോയിന്റ് കൊടുത്തതാ. അതെ, എക്സ് ആക്സിസിലും 1, വൈ ആക്സിസിലും 1. അപ്പൊ ഇവിടത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലൈനിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1 1 ആവും. എക്സ് ആക്സിൽ 1, വൈ ആക്സിസിലും 1. അങ്ങനെ ഞാൻ ഇവിടെ 4 കൊടുത്തു. എക്സ് ആക്സില് 4, ഇതില് 4. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 4 4. ഇതാണ് ലൈന്. ഈ ലൈനിന്റെ 2 പോയിന്റ് എക്സ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് ഗ്രാഫ് വരച്ചിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനില് 2 പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റ് ബേസ് ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനില് എന്ത് പഠിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് എന്ന് വെച്ചാൽ ഈ ചെരിവ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇവിടെ 1 1 ഉണ്ട്, 4 4 ഉണ്ട്. അപ്പൊ 1 1 4 4 ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഈ 1 1 എന്ന് പറഞ്ഞാൽ ഇത് എന്താവും, x1 y1 എന്ന് ഡിനോട്ട് ചെയ്യും. 4 4 എന്നുള്ളത് x2 എന്നും y2 എന്നും എന്ത് ചെയ്യും, സൂചിപ്പിക്കും. അല്ലെ, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നത് m എന്ന് പറഞ്ഞിട്ടാണ്. സ്ലോപ്പിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് m. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതാണ് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷന്. ഇപ്പൊ 2 പോയിന്റ് തന്നിട്ടുണ്ട് കണ്ടോ, ഒരു ലൈനിന്റെ 2 പോയിന്റ് തന്നു. 1 1 തന്നു, 4 4 തന്നു. ഇത് ബേസ് ചെയ്തിട്ട് മിഡ് പോയിന്റ് കാണാൻ പറയും. ഒരു സ്ട്രേറ്റ് ലൈൻ തന്നു, ആ സ്ട്രേറ്റ് ലൈനിന്റെ 2 പോയിന്റ്, ആ ലൈനിന്റെ 2 പോയിന്റ് ഇപ്പൊ കൺസിഡർ ചെയ്ത് ഇതിന് 2 പോയിന്റ് എന്നത് 1 1 4 4 ആണ്. അത് ബേസ് ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്നത് x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. x1 പ്ലസ് x2 ബൈ 2 എന്ന് പറഞ്ഞത്, x1 എന്ന് പറഞ്ഞത് ഇവിടെ എന്താ 1, ഇതിൽ x2 എന്ന് പറഞ്ഞാൽ എന്താ 4. അപ്പൊ 1 പ്ലസ് 4 ബൈ 2 എന്ന് പറയും മിഡ് പോയിന്റ്. പിന്നത്തെ മിഡ് പോയിന്റ് തന്നെ y1 പ്ലസ് y2 ബൈ 2. അപ്പൊ y1 പ്ലസ് y2 എന്ന് പറഞ്ഞത് തന്നെ 1 ഉം 4 ഉം. y1 തന്നെ 1, y2 തന്നെ 4. അപ്പൊ 1 പ്ലസ് 4 ബൈ 2. അങ്ങനെയാണ് എന്ത് കാണാം, മിഡ് പോയിന്റ് കാണാം. ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ 1. ക്വസ്റ്റ്യൻ 1 പറയുന്നത് എന്താ, എയുടെ പോയിന്റ് 2 3, ബി 0 4 ആൻഡ് സി -5 0 ആർ 3 വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ 3 പോയിന്റ്, ട്രയാങ്കിൾ എ ബി സി ഇല്ലേ, അതിൽ എ ബി സി അതിന്റെ പോയിന്റിന്റെ വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ സ്ലോപ്പ് കാണാൻ, ആ ട്രയാങ്കിളിന്റെ സ്ലോപ്പും പിന്നെ മിഡ് പോയിന്റ് ഓഫ് എ സിയുടെ
മിഡ് പോയിന്റും കാണാം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യാം, വരക്കാം. ട്രയാങ്കിൾ എ ബി സി. എ എന്ന് പറയുന്നത് 2 3, ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താ 0 4, ഇന്നത്തത് -5 0. ഫസ്റ്റ് എന്ത് കാണാം, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് കണ്ടേ, എ സിയുടെ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിയുടെ മിഡ് പോയിന്റ് കാണാം. മിഡ് പോയിന്റ് ഓഫ് എ സി. മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറഞ്ഞത് ഇത് എ സി കണ്ട, ഇതിന്റെ മിഡ് പോയിന്റ് കാണാം. എ സിയുടെ മിഡ് പോയിന്റ് അപ്പൊ 2 3, 2ഉം 3യും പിന്നെ -5 0. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, x1 + y1/2. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + y1/2 പിന്നെ x2 + y2/2. ഇതില് x1 ഇത് y1, ഇത് x2 ഇത് y2. അപ്പൊ x1 + y1 എന്ന് പറയുമ്പോ എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ x1 + y1, x1 എന്ന് പറഞ്ഞത് ഇതിലേതാ 2ഉം x2 5ഉം. അപ്പൊ 2 + -5/2 പിന്നെ x2 എന്ന് പറഞ്ഞത് x2 + y2, സോറി x1 + x2/2 ആണ്. x1 + x2/2 x2 + y1 + y2/2. x1 + x2/2 y1 + y2/2 ആണ്. അപ്പൊ 2, x1 എന്ന് പറയുന്നത് 2, x2 എന്ന് പറഞ്ഞാൽ -5, പിന്നെ y1 എന്ന് പറയുന്നത് 3 + 0/2. ഇവിടെ ആൻസർ എത്ര വരും, -3/2. ചില 5ൽ നിന്ന് 2 പോയാല് എത്രയാ, 3. അപ്പൊ 5ന്റെ സൈൻ എന്താ, മൈനസാ. അപ്പൊ -3/2. പിന്നെ ഇവിടെ 3/2. ഇതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. സ്ലോപ്പ് പാസിംഗ് ത്രൂ ദി പോയിന്റ് ബി. എ സി ആണ് അല്ലെ, എ സി. ഈ സ്ലോപ്പ്, ഈ എ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ കൂടെയാണ് എന്ത്, സ്ലോപ്പ് പാസ് ചെയ്യണത്. അതായത് ഇങ്ങനെ കണ്ടാ, എ സി എന്ന് പറഞ്ഞതാണ് ഈ പോയിന്റ്. എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി എ സി കൂടെ എന്താവും, ഈ എ സിയിൽ കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ എന്ത് വരച്ചു. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് m = y2 - y1/x2 - x1 ആണ്. ഇവിടെ y2 എന്ന് പറയുന്നത് എന്താ,
എ സി ആണ്. എ സിക്ക് ഇതിൽ കൂടെ എന്താ ഒരു ലൈൻ പാസ് ചെയ്തു പോയി കണ്ടോ. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 2 പോയിന്റ് ഉണ്ടാവും. ഈ സ്ട്രേറ്റ് ലൈന് 2 പോയിന്റ് ഉണ്ടാവും. ഈ 2 പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ 0, 4 ആണ് അല്ലേ. ഇവിടുത്തെ ഈ പോയിന്റ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചില്ലേ. എത്രയാ കണ്ടുപിടിച്ചത് നേരത്തെ ചെയ്ത്. മിഡ് പോയിന്റ് ഇവിടുത്തെ തന്നെ എന്താ -3/2 3/2 ഉണ്ടാ. ഇതാണ്. അപ്പൊ 0, 4 ഇതും വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് ഈ ലൈനിന്റെ സ്ലോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞത് m=y2 - y1/x2 - x1 ആണ്. ഇതില് x1 എന്ന് പറയുന്നത് 0, y1 എന്ന് പറയുന്നത് 4 കണ്ടാ. ഇതാണ് ലൈന് കണ്ടാ. ഇതില് x2 എന്ന് പറയുന്നത് ഏത് വരും -3/2 y2 എന്ന് പറയുന്നത് 3/2. ഇതെന്ത് ചെയ്യാ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാ കൊടുക്കുക. ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കുക. y2 - y1/x2 - x1 y2 എന്ന് പറയുമ്പോ 3/2 -4/3/-3/2 -0. ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇങ്ങനെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ 3/8 അല്ല 2 × 4 8. അപ്പൊ 3/8/2. പിന്നെ നെക്സ്റ്റ് ഇവിടെ 0 തന്നെ വരും. അപ്പൊ -3/2 2 × 0 എന്ന് വെച്ചാൽ എന്താ 0 തന്നെയാണ് വരാം. അപ്പൊ -3/2 വരും. -3/0 തന്നെ ഇട്ടോട്ടെ 0/2 എന്ന് വരും. അപ്പൊ ഇക്വേഷൻ വരാം -3/8 എന്ന് വെച്ചാൽ -5 -5/2/-3/2 ഉണ്ടോ. അപ്പൊ 2 × 2 എന്ത് ചെയ്യും വെട്ടിക്കളയും. 2 × 2 ഇവിടെയും 2 ഉണ്ട് 2 ഉണ്ട്. എന്ത് ചെയ്യാം വെട്ടിക്കളയാം. ഇനി മൈനസ് ഈക്വൽ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താ പോസിറ്റീവ് ആവും. അപ്പൊ 5/3 ആൻസർ 5/3 ആവും ആൻസർ. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലം. ഇതേപോലെ തന്നെ ട്രയാങ്കിൾ വരക്കാം. ട്രയാങ്കിൾ വരക്കുമ്പോ PQR ഇവിടെ പിയുടെ പോയിന്റ് 4 4 പിന്നെ 3 ഇവിടെയാണ് Q 3 5 പിന്നെ ഇവിടുത്തെ പോയിന്റ് വരുന്നത് -1 1. അപ്പൊ സ്ലോപ്പ് കാണാൻ ഇങ്ങനെ വരുമ്പോ സ്ലോപ്പ് കാണാൻ ഇത് വരുമ്പോ സ്ലോപ്പ് കാണാനായിട്ട് ഓരോ ലൈനിന്റെ സ്ലോപ്പ് കാണാം. അതായത് PR-ന്റെ സ്ലോപ്പ് കാണാം, അതുപോലെ PQ-ന്റെ സ്ലോപ്പ് കാണാം, അതേപോലെ QR-ന്റെ സ്ലോപ്പ് കാണാം. 3 സ്ലോപ്പ് വരും ഇതിൽ. ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് RQ, ഒന്ന് PQ, അങ്ങനെ സ്ലോപ്പ് കാണാം. അപ്പൊ ഫസ്റ്റ് എന്തിന്റെ കാണാം സ്ലോപ്പ് ഓഫ് PQ കാണാം. സ്ലോപ്പ് ഓഫ് PQ എന്ന് പറഞ്ഞത് ഇക്വേഷൻ എഴുതാ y2 - y1/x2 - x1. ഇതില് PQ സ്ലോപ്പ് ഓഫ് PQ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്. ക്യൂയുടെ വാല്യൂ 3 5 ആണ് അല്ല. അപ്പൊ ഇത് x1-ഉം y1-ഉം, ഇത് x2 y2 ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ y2 എന്ന് പറഞ്ഞത് എത്രയാ
5 ആണ്. അപ്പൊ 5 മൈനസ് y1 എന്ന് പറഞ്ഞത് 4 ബൈ x2 മൈനസ് x1. x2 എന്ന് പറഞ്ഞത് 3 മൈനസ് x1 എന്ന് പറഞ്ഞത് എന്താ 4. എങ്ങനെ വരും 1 മൈനസ് 1, അതായത് എത്ര ഇക്വേഷൻ 1 എന്താ. അതേപോലെ ഇതിന്റെ കാണാം സ്ലോപ്പ് ഓഫ് ക്യു ആർ. സ്ലോപ്പ് ഓഫ് ക്യു ആർ. അപ്പൊ ക്യൂടെ വാല്യൂ എത്രയാ? ക്യൂടെ വാല്യൂ 3 5, ആറിന്റെ വാല്യൂ -1 1. അപ്പൊ ഇവിടെ എഴുതാം ഇത് x1 y1 ഇത് x2 y2. അപ്പൊ സ്ലോപ്പ് ഇക്വേഷൻ എന്താ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ 1 മൈനസ് 5 ബൈ -1 മൈനസ് 3. ഇക്വേഷന് 4 മൈനസ് 4 ബൈ 1 മൈനസ് 5 മൈനസ് 4. ഒരേ സൈൻ ആവുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? ഒരേ സൈൻ ആവുമ്പോൾ ആഡ് ചെയ്യണം, വ്യത്യസ്ത സൈൻ ആവുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇത് ഒരേ സൈനാ, മൈനസ് ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം? -1 ആൻസർ. ഇനി ഇതേപോലെ സ്ലോപ്പ് ഓഫ് പി ആർ കാണാം. സ്ലോപ്പ് ഓഫ് പി ആർ. സ്ലോപ്പ് ഓഫ് പി ആർ ഇതേപോലെ കാണാം. സ്ലോപ്പ് ഓഫ് പി ആർ. പിയുടെ വാല്യൂ എന്ന് പറഞ്ഞത് 4 4, ആറിന്റെ വാല്യൂ -1 1. അപ്പൊ ഇത് x1 y1 x2 y2. അപ്പൊ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് y1, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ 1 മൈനസ് 4 ബൈ -1 ബൈ 4. അപ്പൊ 1 മൈനസ് 4 എന്ന് പറയുമ്പോൾ -3. 1 മൈനസ് 4 -5 വരും. ഇത് ഇക്വേഷനിലേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താ? മൈനസ്. ഇത് ഈക്വലിന് ഇപ്പുറം വരുമ്പോൾ പോസിറ്റീവ് സാധനമാവും. 3/5. സോറി സ്ലോപ്പ് ഓഫ് ക്യു ആർ കാണുമ്പോഴേ വ്യത്യാസം ഉണ്ട് കേട്ടാ. +1 ആണ് വരാം. സ്ലോപ്പ് ഓഫ് ക്യു ആർ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ ഇക്വേഷൻ കൊടുക്കുമ്പോ 1 മൈനസ് 5 ബൈ -1 ബൈ -3. അപ്പൊ -4 ബൈ -4. അപ്പൊ ഇത് വെട്ടിപ്പോവും. മൈനസും വെട്ടിപ്പോവും. അപ്പൊ എത്ര ആൻസർ വരാം? 1 ആണ് ആൻസർ വരാം. 1. ഓക്കെ, നെക്സ്റ്റ് ഇന്നലെ എടുത്ത ചാപ്റ്റർ 13 അതിന്റെ ബാക്കിയാണ്. ബാക്കി 2 പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറ്റർമൈൻ y when the slope of the line joining the point A -8 11 പിന്നെ B 2y and is -4/3. അതായത് ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്, 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. -8 11 2y. ഇതിൽ വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കണം. ഈ 2 പോയിന്റ് വെച്ചിട്ട് x1 ഉം y1 ഉം x2 y2 ഈ 2 പോയിന്റ് വെച്ചിട്ട് സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലെ ആൻസർ തന്നിട്ടുണ്ട്. -4/3 ആണ് എന്ത് ഈ 2 പോയിന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് തന്നിട്ടുണ്ട് x1 ഉം y1 ഉം x2 y2. അതിന് y വാല്യൂന് പകരം y ആണ് തന്നേക്കുന്നത്. അപ്പൊ yയുടെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് ഈ പ്രോബ്ലം.
അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. m is equal to y2 minus y1 by x2 minus x1. ഇതിന്റെ വാല്യൂ കൊടുത്തേക്കുന്നത് -8 11, അത് x1ഉം y1ഉം. പിന്നെ 2y, അത് x2 y2. പിന്നെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എത്രയാ? -4/3. അപ്പൊ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോ -4/3 is equal to y2 minus y1, y2 minus y1. അപ്പോ y2 എന്ന് പറഞ്ഞത് y. അപ്പൊ y -11 by x2 minus x1. അപ്പൊ 2 -8. അപ്പൊ ആൻസർ എങ്ങനെ വരും? -4/3 is equal to y -11 by മൈനസ് എന്താവും? പ്ലസ് ആവും. 2 + 8. അപ്പൊ -4/3 is equal to y -11 by 10. -4/3 ആണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3നെ ഇതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, 4നെ ഇതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷന്. അപ്പൊ 10നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ -4 × 10 ഈക്വൽ ടു 3 ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ 3 × y -11 വരും. അപ്പൊ ആൻസർ എത്ര വരും? -40 ഈക്വൽ ടു 3y -33 വരും. അതായത് -40 ഇത് -33 അത് ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് എന്താവും? പ്ലസ് ആവും. +33 ഈക്വൽ ടു 3y. ആൻസർ -40 33 പോയാൽ എത്രയാ? -7. -7 ഈക്വൽ ടു 3y. അപ്പൊ y ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/-7. ഇത് എന്താ വെച്ചാല് റിലേയിൽ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്. -8 to 11 2y. പിന്നെ സ്ലോപ്പ് ഈ 2 പോയിന്റ് വെച്ചിട്ടുള്ള സ്ലോപ്പ് -4/3 കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളതാ. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ? സ്ലോപ്പിന്റെ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അത് മൊത്തം എന്ത് ചെയ്യാ? ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാ? കൺവേർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 2 ലൈൻ തന്നേക്കണേ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് k so that the lane passing through the point k9 and 2 7 is parallel to the lane passing through the point 2 -2 and 6 4. അത് 2 ലൈനാണ്. 2 ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് തന്നേക്കണേ. ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ തന്നേക്കണത്. ഏതൊക്കെയാ? ഫസ്റ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് തന്നേക്കണേ. ഏതൊക്കെയാണ്? k9 പിന്നെ 2 7. ഇതാണ് ഫസ്റ്റ് ലൈൻ പാസ് ചെയ്യണ പോയിന്റ്. അപ്പൊ ഇത് x1 y1 x2 y2. രണ്ടാമത്തെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2 -2 പിന്നെ 6 4. അപ്പൊ ഇത് x1 y1 x2 y2. ഇത് ബേസ് ചെയ്തിട്ട് പിന്നെ ഈ 2 ലൈനും എന്താണ്? പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാ, ഈക്വൽ ആണോ എന്നുള്ളത്. 2 ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള x1ഉം y1ഉം 2 ലൈനിന്റെ തന്നിട്ടുണ്ട്. x1ഉം y1ഉം x2 y2 2 ലൈനിന്റെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് 2 ലൈനും പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ സ്ലോപ്പ് കാണാം. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണാൻ
ഈ ലൈനിന്റെ ഫസ്റ്റ് കാണാം സ്ലോപ്പ്. സ്ലോപ്പ് M1 എന്ന് കൊടുക്കുക. ഫസ്റ്റിന്റെ സ്ലോപ്പ് കാണാനായിട്ട് M1 എന്ന് കൊടുക്കുക. അപ്പൊ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്ന് പറഞ്ഞത് 7. 7 മൈനസ് 9 ബൈ 2 മൈനസ് k, അതായത് മൈനസ് 2 ബൈ k. ഇനി രണ്ടാമത്തെ സ്ലോപ്പ് കാണാം ഇതിന്റെ. അപ്പൊ സ്ലോപ്പ് ഓഫ് M2 is equal to y2 minus y1 by x2 minus x1. Answer is 4 minus the 4 minus 2 bracket minus 2 x2 is 6 minus 2 equal 4 minus 2 plus minus plus അപ്പോൾ 4 plus 2 by 6 minus 2 plus 6 by 4. 6 by 4 എന്ന് വെച്ചാൽ 3 by 2. ചെറുതാക്കുമ്പോൾ 6 2 3 ടൈം, 4 2 ടൈം 3 by 2. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, ഈക്വൽ ആണോ എന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. ഈ രണ്ട് ലൈനും ഈക്വൽ ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതായത് M1 ഈസ് ഈക്വൽ ടു M2. M1 എന്ന് പറഞ്ഞത് ഇത്, M2 എന്ന് പറഞ്ഞത് ഇത്. അപ്പൊ മൈനസ് 2 by 2 minus k is equal 3 by 2. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 into minus 2 equal to 3 into 2 minus k. 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൈനസ് 4 മൈനസ് 6 by 3k ഈക്വൽ ആണ്. അതാ -4 ഈക്വൽ ടു 6 മൈനസ് 3k എന്ന് പറയും. അപ്പൊ ഈ 6നെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ ഇത് പോസിറ്റീവ് സൈനാ, ഇവിടെ സൈൻ ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇത് പോസിറ്റീവ് എന്നാണ്. അപ്പൊ -4 ഇത് പോസിറ്റീവ് സൈൻ ആണ്, ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് ആവും. -3k ഈക്വൽ ടു എന്ന് വരും -10 ഈക്വൽ ടു -3k എന്ന് വരും. അപ്പൊ k ഈസ് ഈക്വൽ ടു വരും 10 -10 by -3. മൈനസും മൈനസും വെട്ടിപ്പോവും. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും, 10 by 3. കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 10 by 3 ആവും.